2020 പെരുമ്പാവൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിസന്ധി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്ന നടി ലക്ഷ്മിപ്രിയയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലില്ല. ഇന്ന് നടത്താനിരുന്ന റോഡ് ഷോ മാറ്റിവെച്ചു. പ്രചാരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്ര സഹമന്ത്രി എത്തിയ ശേഷമാണ് പരിപാടി ക്യാൻസൽ ചെയ്തത്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, എന്തുകൊണ്ടാണ് പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാതെ പോയത്? അത്തരം കാര്യങ്ങൾ പരിശോധിച്ചിരുന്നില്ലേ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് മുൻപ്? മധു, സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇന്നലെയാണ് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ ചില സിനിമാ താരങ്ങളെ, റിയാലിറ്റി ഷോ താരങ്ങളെ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ 2020 സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. അതിൽ പെരുമ്പാവൂർ മണ്ഡലത്തിലായിരുന്നു നടി ലക്ഷ്മിപ്രിയ സ്ഥാനാർത്ഥിയാകുമെന്ന്. അമ്മയുടെ അടക്കം വൈസ് പ്രസിഡന്റാണ്, താരസംഘടനയടക്കം വൈസ് പ്രസിഡന്റാണ് ലക്ഷ്മിപ്രിയ. അപ്പോൾ അവരുടെ റോഡ് ഷോ ഇന്ന് പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഇന്ന് അവരുടെ റോഡ് ഷോ പ്രഖ്യാപിച്ചിരുന്നു. ഈ റോഡ് ഷോയ്ക്കായി ആളുകൾ 2020 അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ അണികളൊക്കെ എത്തിയിരുന്നു. ഒരു കേന്ദ്രമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യും. പ്രചാരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയത് കേന്ദ്ര സഹമന്ത്രി ഭൂപതി രാജ ശ്രീനിവാസ വർമ്മയാണ്. അപ്പോൾ അദ്ദേഹം അടക്കം വേദിയിൽ എത്തിയ ശേഷമാണ് ഈ റോഡ് ഷോ ക്യാൻസലായ വിവരം ഈ ആളുകളെ അറിയിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് റോഡ് ഷോ ക്യാൻസലാക്കുന്നു എന്നായിരുന്നു വിളിച്ചു പറഞ്ഞത്. പക്ഷേ 2020 അണികൾക്കിടയിൽ അല്ലെങ്കിൽ 2020 ഉത്തരവാദിത്തപ്പെട്ടവർക്കിടയിൽ വലിയ തോതിലുള്ള ചർച്ച നിലവിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാന നിമിഷം ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാനാർത്ഥിയെ മാറ്റാനുള്ള തിരക്കിട്ട ചർച്ചകൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ലക്ഷ്മിപ്രിയ വോട്ടേഴ്സ് ലിസ്റ്റിലില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രചാരണ പരിപാടികൾ നിർത്തിവച്ചിരിക്കുന്നത്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി